നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്താ മുത്തശ്ശി? രാധിക ഏത് റൂമിലാ കിടക്കുന്നേ? ചേച്ചി കിടന്നുറങ്ങി. മുത്തശ്ശിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇനിയിപ്പോ രാവിലെ എവിടെയാ കിടന്നുറങ്ങുന്നല്ലേ ചോദിച്ചുള്ളൂ. അത് അപ്പുറത്തെ ആ ചെറിയ മുറിയില്. പാത്രം ആരാ താഴെ വെച്ചത്? പ്രിയങ്ക, അയ്യോ പ്രിയങ്ക. കണിമംഗലത്ത് സുഖിക്കാൻ വന്നതല്ലേ, ഇങ്ങനെ തന്നെ കിടക്ക്. വരണൊന്നു പോ. I love you, പൊന്നാട്ടി. വരുൺ, മുത്തശ്ശി ഇവിടെ നിൽപ്പുണ്ടായിരുന്നോ? എന്താ നീ എന്നെ പ്രതീക്ഷിച്ചില്ലേ? അല്ല, ഞാൻ കരുതി മുത്തശ്ശി മുറിക്കാത്തായിരിക്കും. നീ എന്താ ഇവിടെ കറങ്ങി നടക്കുന്ന? ഒന്നുമില്ല. ഈ വീട്ടിനകത്ത് എവിടെ വേണേലും എനിക്ക് പോയി കൂടെ? ഇത് നമ്മുടെ വീടല്ലേ. ഇതിനു മുമ്പും ഇത് നമ്മുടെ വീടായിരുന്നു. ഇങ്ങനെ വാലില് തീ പിടിച്ച പോലെ നിന്നെ ഞാൻ കണ്ടിട്ടില്ല. മുത്തശ്ശി വെറുതെ ഓരോന്ന് പറയാതെ. ഞാനിത്തിരി കാറ്റ് കൊള്ളാന്ന് കരുതിയിട്ടാ. ചൂട് ശകലം കൂടുതലല്ലേ? മുറിയിൽ AC വർക്ക് ചെയ്യുന്നില്ലേ? ഉണ്ട്. പക്ഷെ ഈ പ്രകൃതി വരുന്ന കാറ്റ് പോലെ ആവില്ലല്ലോ അത്. ഈ പ്രകൃതി ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു അല്ലേ? മുത്തശ്ശി എല്ലാം അറിഞ്ഞിട്ട് എന്തിനാ എന്നോട് ഇങ്ങനെ ഓരോന്ന് കുത്തി കുത്തി ചോദിക്കുന്നേ?
നിന്റെ ഈ ചമ്മലുണ്ടല്ലോ അത് കാണാൻ നല്ല രസമാ. ആ പക്ഷേ മുത്തശ്ശിയോട് എനിക്കൊരു പരാതി ഉണ്ട് കേട്ടോ. എന്താ? നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് വന്നാ അവരെവിടെയാ കിടത്താറ്? ഈ വീട്ടിലെ ഏറ്റവും നല്ല മുറി ഏതാണോ അവിടെയല്ലേ? ഉം. ആ പാവൻ രാധിയെ കിടത്തിരിക്കുന്ന എവിടെയാണെന്നറിയോ? രാധയ്ക്ക് മുറി റെഡിയായി കൊടുക്കാൻ ഉർവശിയോട് ഞാൻ പറഞ്ഞതാണല്ലോ. ശരിയാക്കി കൊടുത്തിട്ടുണ്ട്. അടുക്കളയില്, തറയില്. മുത്തശ്ശി ആ കിടക്കുന്ന കിടപ്പ് കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല. ഇവിടുന്ന് തിരിച്ചു ചെല്ലുമ്പോൾ ആറ്റുവാശ്ശേരി ചെന്ന് രാധിക അവരോടത് പറയില്ലേ? അവരറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിനല്ലേ നാണക്കേട്. മുത്തശ്ശിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലേ ഇപ്പൊ കുഴപ്പമുണ്ടാക്കിയേനെ. തൽക്കാലം നീ കുഴപ്പമൊന്നും ഉണ്ടാക്കണ്ട. പ്രശ്നം ഞാൻ പരിഹരിച്ചു തന്നാ മതിയല്ലോ. പരിഹരിക്കോ? പിന്നെ ആ മറ്റുള്ളവർക്ക് അവള് സാധാരണക്കാരിയായിരിക്കാം, പക്ഷേ എനിക്കങ്ങനെ അല്ലല്ലോ. എന്റെ ചെറുക്കന്റെ പെണ്ണല്ലേ. കറക്റ്റ്. ഇതാണ് ജയഭാരതി, കണിമംഗലം ജയഭാരതി. അവക്കിനി നിന്നെ പിരിഞ്ഞു പോവാനാവില്ലടാ. നിനക്ക് വേണ്ടി പൂജ നടത്തിയവളാ. ദൈവം പ്രസാദിച്ചത് അവളുടെ പ്രാർത്ഥനയ്ക്ക് മുന്നിലെ. ആ ദൈവം തന്നെയാ നിങ്ങളെ ചേർത്ത് വച്ചതും. ഞാനിങ്ങനെ ലൈസൻസ് തന്നെന്ന് കരുതി ആവശ്യമില്ലാത്ത കുഴപ്പത്തിനൊന്നും നിക്കരുത്. ചെവിക്ക് ഞാൻ പിടിക്കും കേട്ടോ. ഏയ് അങ്ങനൊന്നുമില്ല മുത്തശ്ശി. ഏയ് മുത്തശ്ശിക്ക് കുഴപ്പം വരുന്ന ഒരു കാര്യവും ഞാൻ ചെയ്യില്ല. എന്നാ നീ വാ, നമുക്കാദ്യം കിടപ്പറയുടെ കാര്യത്തിലൊരു പരിഹാരം ഉണ്ടാക്കാം. വാ. ആ പ്രിയങ്കേ, ഒന്നിങ്ങോട്ട് വന്നേ. എന്താ മുത്തശ്ശി? രാധിക ഏത് റൂമിലാ കിടക്കുന്നേ? ചേച്ചി കിടന്നുറങ്ങി. മുത്തശ്ശിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇനിയിപ്പോ രാവിലെ എവിടെയാ കിടന്നുറങ്ങുന്നല്ലേ ചോദിച്ചുള്ളൂ. അത് അപ്പുറത്തെ ആ ചെറിയ മുറിയില്. ഞാനല്ല, ചെറിയമ്മയെ കാണിച്ചു കൊടുത്ത. അടുക്കളയിലെ നിലത്ത് പായ വിരിച്ചാണോ സ്വന്തം ചേച്ചിയെ കൊണ്ടുപോയി കിടത്തുന്നേ? അത് മുത്തശ്ശി, ഞാനിനി എന്തെങ്കിലും പറഞ്ഞിട്ട് ചെറിയമ്മയ്ക്ക് ഇത് വിഷമായാലോ എന്ന് കരുതിയിട്ടാ. ഉർവശിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഞാൻ പരിഹരിച്ചോളാം. ഒരു കാര്യം ചെയ്, നമ്മുടെ ഗസ്റ്റ് റൂം ഒന്ന് തുറന്ന് അതിലെ വിരിയൊക്കെ ഒന്ന് മാറ്റ്. ചേച്ചി അവിടെ കിടത്താനോ? ഗസ്റ്റിനെ ഗസ്റ്റ് റൂമിലല്ലേ കിടത്തേണ്ടത്. തന്റെ വീട്ടിൽ നിന്ന് വന്ന ഒരാൾക്ക് കൃത്യമായ ഒരു ഇടം കൊടുത്തില്ലെങ്കിൽ തനിക്കല്ലടോ അതിന്റെ നാണക്കേട്. ശരി, എന്നാ നാളെ മുതൽ അവിടെ കിടത്താം. നാളെ മുതലല്ല, ഒരു നിമിഷം പോലും രാധിക ഇപ്പൊ കിടക്കുന്ന മുറിയിൽ കിടക്കാൻ പാടില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.